രാവിലെ തന്നെ നേരം വെളുക്കുവാന്നല്ലോ പുല്ല്. അമ്മയുടെ സുട്ടുമണി എവിടാ? എത്ര വന്തിയല്ലോ കോളേജ്. എന്തോ പോയെ? നിന്റെ സുട്ടുമണിയാ പോയെ. അയ്യോ, ഈ ചെറുക്കനെയും കൊണ്ട് ചോറ് എടുത്തില്ല, രാവിലെ എണീച്ച് പോത്തതുമില്ല. നിന്റെ രാവിലത്തെ ആ ഞാറ്റിയ വിളി കേട്ടപ്പോഴത്തേക്ക് ഇറക്കാൻ ഇറങ്ങി ഓടി. പിന്നല്ലാണ്ട് ഞാൻ സ്നേഹത്തോടെ ചെന്ന് 2 അടി അങ്ങ് കൊടുക്കുമ്പോഴത്തേക്ക് അവൻ്റെ സോക്കണം തീരും. നല്ല സൈക്കോ തള്ള. എന്തുവാ? ഒന്നുമില്ലേ, ഒരു ചായ തരാവോ? ഓക്കെ. കെട്ടുണ്ടായിരുന്നു. ഇത് എവിടെ പോയി കിടക്കുവാ? ഹായ് ഗൈസ്, സോറി കുറച്ച് ലേറ്റ് ആയി പോയി. എന്നും നേരത്തെ വരുന്ന പോലെ. നീ എന്നേലും രാവിലത്തെ സബ്ജക്റ്റിന് ഇരുന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മൊഴിയരുത്. അയ്യോ, എന്തേലും മറന്നാ? എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ അവിടെ ഒരു അയ്യോണ്ട് ആവശ്യമില്ലല്ലോ. എന്നാലും എന്തോ മറന്നേ? ബാഗായിരിക്കും. അത്രയ്ക്ക് മണ്ടനാണോ? എടാ ആടാ, മണ്ടനാന്നോ? അല്ല, ഞാൻ ബാഗാ മറന്നിരുന്നു. തേങ്ങ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, എന്തുവാടാ ഇത്? നമുക്ക് ആർക്കും ബുദ്ധിയില്ല, നമുക്ക് ആർക്കും എന്തെങ്കിലും ഇത് പിടിക്കാത്തേ. നിന്റെ കൂടെ നടപ്പ്. ചേട്ടെ, ഫ്രഷേഴ്സ് ഒന്നും ഇല്ലയോടാ? എന്താണ് ആർക്കും ഒരു വൈബിലതുള്ള? അത് പിള്ളേരൊന്നും രസമില്ല. രാവിലെ ഇവിടെ വന്ന് സ്ഥാപിച്ചിട്ട് ഒറ്റ എണ്ണത്തിനെയും കാണുന്നില്ല. എന്തെല്ലാം? എടാ, ആ വരുന്ന പെണ്ണാണോ? ഏത്? അത് പെണ്ണാടാ. നിനക്കെങ്ങനെ മനസ്സിലായി? അത് പിന്നെ നോക്കിയപ്പോ മനസ്സിലായി. ചേറ്റ, ഈ പരനാറിയെ കൊണ്ട്. എടാ അളിയ. ഹേയ്, നിങ്ങളാ ഇങ്ങോട്ട് വന്നേ. അളിയ, മാസം വിടല്ലേ. ഞാൻ മാസം എടുത്തില്ല, നീ ചിരിപ്പിക്കായിരുന്നാ മതി. ഇത് മൊത്തം കുളമാവും തോന്നുന്നു കേട്ടോ, നാണം കളയാനായിട്ട്. ഈ നാറിയെ കൊണ്ട് നെഗറ്റീവ് ഓടി. അയ്യോ എടാ, താണ്ട വരുന്നു. ഇങ്ങനല്ലല്ലോ വേണ്ട, പേടിക്കണ്ടേ? ഈ പിള്ളേർക്ക് പേടിയൊന്നുമില്ലയോ? വിളിച്ചു വരുത്തി അവമാനിക്കില്ല മൊത്തങ്ങളെ. പറ എന്തേലും. ന്യൂസിലൻഡ്സ് ആണോ? ന്യൂസിലൻഡ്സോ? ഞങ്ങള് ന്യൂസിലൻഡിൽ നിന്നല്ലല്ലോ ഏട്ടാ. നാണം കടത്താനായിട്ട് വ്യക്തമായിട്ട് പറയടാ പട്ടി. അല്ല, ന്യൂ സ്റ്റുഡൻസ് ആണോന്ന്. അതാണ് ചേട്ടാ ഇങ്ങനെ പേടിച്ചേ. ആണ് ചേട്ടാ. നീ കൊള്ളാലോടി പെണ്ണെ. നീ അവളുടെ വാലാണോ പറയാൻ? അതിന് ചേട്ടനോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടൻ ഈ ചെണ്ടവാലാണോ? ഇതെന്ത് മാറണം? എടാ അളിയാ, നമ്മളെ തകരുന്നടാ. എന്തേലും ഒന്ന് പറ. മാസായിട്ട് വന്ന ചേട്ടന് ഒന്നും പറയാനില്ലേ? എടാ പഴമ്പഴങ്ങി, എന്തേലും ഒന്ന് പറടാ. എടാ ഇതെന്താടാ ഇങ്ങനെ? പിള്ളേരെ വേണ്ട, കൂടുതൽ അഹങ്കാരം എടുക്കരുത്. നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ഇവള് നീ എന്താ പെറ്റിട്ടത് മാസ്കിനകത്താണോ? ആണെങ്കിൽ കൊച്ചാ, അഹങ്കാരം എടുക്കരുത്. എടുത്താ എടാ ഇത് പണിയാവോ? നീ മിണ്ടാനെ അഴിക്കത്. ചേട്ടന് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ അയച്ചേക്കാം. ഇതെന്താടാ ഇങ്ങനെ? എന്നോടാണോ ചോദിക്കുന്നത്? നോക്കിയടാ. ഹായ് ബ്രോ.
ഇവനെന്നാ പറ്റേ? ഡാ എടാ ഭ്രാന്ത, എന്റെ ദൈവമേ കിളി പോയോ? ഡാ ഡാ എന്നെ പൊന്നോ. ആ ചേട്ടൻ എന്താ പറ്റി? വല്ല അസുഖമാണോ? ആശുപത്രി പോണോ? ഇല്ലടി മീനു, നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് പൈസ ഇല്ലല്ലോ. ചേട്ടന്മാരെ കണ്ടിട്ട് നല്ല പൈസ ആയിട്ട് തോന്നുന്നു അല്ലേ ചേട്ടാ? നല്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്. ഇല്ല പെങ്ങളെ, ഞങ്ങള് പാവപ്പെട്ടവരാ, ഞങ്ങൾ ഇത്രയ്ക്ക് റിച്ച് ഒന്നുമല്ല. നീ എന്നതാടാ പോട്ടെ ഈ പറയുന്നത്? സെൻസ് എടുക്കാൻ വന്നതാണോ അതിനെ ഒരു നാറി? നിനക്ക് നീ എന്തിൻ്റെ കേടാ? ഹേയ് ഇതെന്തുവാടാ ഈ ഇടയ്ക്കിടയ്ക്ക് നല്ലറുന്നേ? ചേട്ടന് വല്ല കുഴപ്പമുണ്ടോ? അവൾ പറഞ്ഞു വിട്ടു ആശുപത്രി പോകണോ ഇനി? ഇടയ്ക്കിടയ്ക്ക് അലറുന്നു. ഇങ്ങനെയുള്ളവർക്ക് പ്രാന്താന്നാ പറഞ്ഞു കേട്ടുള്ളൂ. കൊച്ചേ, എന്റെ സ്വഭാവം മാറ്റത്. കണ്ടിട്ട് യഥാർത്ഥ സ്വഭാവമായിട്ട് തവളയുടെ വല്ലതായിരിക്കും. തവളയാണോ ഇനി? പട്ടി കൂട്ടുകാർക്കൊരു സംശയമാണല്ലോ ഏട്ടാ. എടാ നമ്മളിത് മൂർഖനാണ് കടിച്ച് തേങ്ങ. അതെ മൂർഖനല്ലോടാ, ആണൊരു പുല്ല്. ആണല്ലോ? അതെ ഏട്ടാ, അവൾ അതിൻ്റെ ഫാനാ. അതെ 360 ഡിഗ്രി സാറിൻ്റെ ഫാനാ ഞാൻ. കളിയാള് ഇതിന് നല്ല പണിയോട്ട് തോന്നുന്നുണ്ട്. പറഞ്ഞു വിട്ടേക്ക്. പിന്നെ നമ്മളെല്ലാവിടെ വട്ടത്തി മൂഞ്ചും. അയ്യോ അങ്ങനെ പാടില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിടല്ലേ. ചേട്ടനും എല്ലാവരും നമുക്ക് പാടാം. എൻ്റെ പൊന്നു മകളെ, എനിക്ക് പാടാറിയതില്ല. നിങ്ങൾ പൊക്കോ. അല്ലടാ ഹേയ്, അത് വേണ്ട. ഞങ്ങൾക്ക് കുറെ വട്ടം കളിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അയ്യോ ചേട്ടൻ്റെ പേര് കേൾക്കണം, എനിക്ക് വയ്യ, ഈ നാണം വരിക. എൻ്റെ പേര് ദക്ഷ, ദച്ചു എന്ന് വിളിക്കും. ഓക്കെ, എൻ്റെ പേര് നിത്യ, നീതു എന്ന് വിളിക്കും. എൻ്റെ പേര് മീനാക്ഷി, ആസ് യൂഷ്വൽ മീനു എന്ന് വിളിക്കും. എല്ലാം കൊള്ളാം, നല്ല പേര്. മക്കളെ പൊക്കോ. അങ്ങനെ പറയല്ലേ, ചേട്ടന്മാരുടെ പേരൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. അത് പിന്നെ ഡീഡി, നീക്ക് കൂടുതലെങ്ങനെ കളിക്കല്ലേ? ഡാൻ അത്തേ. നത്തോ? ഞങ്ങൾ ആരാന്നറിയോ? പ്രധാനമന്ത്രിയുടെ മക്കളൊന്നുമല്ലല്ലോ. നീക്കിവിടെ ഏത് ഇയറാ പഠിക്കുന്നത്? നീയൊക്കെയോ സീനിയർ ഒന്നുമില്ലടി. ഇത്രയും നേരം ഞാൻ വിളിച്ചു. എത്രല്ല പഠിക്കണം? സെക്കൻഡ് ഇയർ. ഞങ്ങൾ തേർഡ് ഇയർ. തേർഡ് ഇയർ. ഇത്രയും നേരം കളിപ്പിച്ചപ്പം നിങ്ങൾക്കൊരു തലയിൽ കറങ്ങാൻ നിരങ്ങാൻ തുടങ്ങിയോ? അത് പിന്നെ ചേച്ചി ഇപ്പം എവിടെ നിന്ന് വന്ന് ബഹുമാനം? ചേച്ചി ഫിട്ടി ചേച്ചി, സോറി ചേച്ചി, അറിയണ്ടായിപ്പോയ ചേച്ചി. എന്തൊക്കെ ഇവിടെ ഉണ്ടായി? നീ മിണ്ടരുത്. നീ ഒരൊറ്റ ഒരുത്തനാ പറഞ്ഞിട്ട് ആ പിള്ളേരെ വിളിച്ച് വളർത്തിയത്. പിള്ളേരല്ല ചേച്ചിമാര്. ശരിയാ. അയ്യോ, അവരിനി എന്തൊക്കെ പറയുമോ? സീനിയേഴ്സ് ചേട്ടന്മാര് വന്ന് ഇടിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ സീനിയറായിട്ട്. അവര് നമ്മളെ കണ്ടിട്ടില്ല. കാര്യമായി അത്. ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ഏതവള്? എന്നോട് വഴക്കിട്ടില്ല അത്. ആ ചേച്ചിയോ? ചേച്ചിയെന്ന് വിളിക്കാൻ തോന്നിയില്ല എന്നെ കണ്ട്. ഓഹോ, ഇതെന്തൊരു ഇളക്കമാണല്ലോ. അങ്ങനൊന്നല്ല, കണ്ണപ്പിടിച്ച് ഉറയ്ക്കാൻ തന്നു. തോന്നുന്നുണ്ട് പലതും, എന്നാലും ഞങ്ങൾ മിണ്ടുന്നില്ല. സാർ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ക്ലാസ്സിലെ മക്കൾക്ക് ഉണ്ട് സാർ. പോകുന്നുണ്ട് സാർ. ഓക്കെ, ഇത് വേണ്ട സാർ, ഞങ്ങൾ പൊക്കോളാം സാർ. ഓക്കെ ബൈ സാർ. എത്രയൊക്കെ പിടിക്കും മണ്ടേ കൂടെ പോകുന്നുണ്ട്. ഒരു നീർത്ത് കാലിൻ്റെ തല്ലോട്ട് വീഴുന്നില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം ക്ലാസ് കയറാം. ആദ്യമായിട്ട് ഫസ്റ്റ് പീരീഡ് ഒക്കെ ഇരിക്കുന്നല്ലേ? അതെ അതുകൊണ്ടായിരിക്കും ഒരു മനപ്രയാസം. അത് ഏതാണ്ടൊക്കെ എങ്ങനെ ആയിരിക്കും. എടാ, എങ്ങോട്ടും നീങ്ങിയിരുന്നേ? എന്താ എൻ്റെ ബുക്കില്ല? എൻ്റെ ഏതാണ്ടുള്ള പോലെ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കല്ലേ? ആത്മാർത്ഥമായ നോട്ടം. ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ പിള്ളേരെ ശ്രദ്ധിക്ക്. ഉണ്ട്, ബാക്ക് ബെഞ്ച് നോക്കിയാ 3 ബുക്കില്ലെങ്കിൽ എന്താ, എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലയോ? അതേപോലെ ഇരിക്കും. അതെ മിസ്സിന് മനസ്സിലായോ? കുറെ വർഷം കൊണ്ട് കാണുന്നില്ല മക്കളെ. അതെ മിസ്. ഒന്നും പറയുന്നില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രം നിന്നെയൊക്കെ വെറുതെ വിടുക. താങ്ക് യു മിസ്, താങ്ക് യു. അഴുക്ക ചെറുക്കന്മാര്. അതെ തന്നേക്കാ മോശം. നമ്മളെ ട്രോളാൻ നമുക്ക് ആർക്കും വേണ്ട. ഓക്കെ, നമ്മൾ തന്നെ മതി. അതെ പ്രൗഡ്. എടാ, എനിക്ക് വിശക്കുന്നു. അമ്മക്കൊക്കെ വിശക്കാത്ത പോലെ. വാ, ഗ്യാലറി പോവാ. ചെലവ്
എൻ്റെ വക. ഓക്കെ. എടാ എനിക്കൂടെ താടാ ജ്യൂസ്. എടാ എനിക്കൂടെ താ. എടാ അങ്ങോട്ട് നോക്കിയാടാ. എടാ ഇത് എവിടെയോ. എടാ ഇല്ല അവൾമാരില്ലേ ഇത്? ഇല്ല ചേച്ചിമാര്. ഇത് ഫസ്റ്റ് എൻ്റെ ക്ലാസ്സിലെയോ? ഇവൾമാരെന്തൂടെ? ഓഹോ എന്താടാ ഞാൻ പൊട്ടാ മനസ്സിലായില്ല. അവൾമാര് നമ്മളെ പറ്റിച്ചതാ. ഓഹോ വ്യക്തിയുടെ വർത്താനം കേട്ടപ്പോ നിന്ന് ഉരുക്കി പോയി ഞാൻ. തെണ്ടികള് നീക്ക കാണണം അവൾമാരെ പറഞ്ഞു വിട്ടല്ലോ. നിന്നെ ഇത് ഉറപ്പിച്ചിട്ട് അവളങ്ങ് പോയതല്ലേ. അതും ശരിയാണ്. അതും പറഞ്ഞിട്ട് പെട്ട് എന്താടി നീ അങ്ങോട്ട് നോക്കിയേ. അയ്യോ ഇതെൻ്റെ ഞാൻ കൊല്ലുമെന്ന്. ദച്ചു എന്നാടി ദച്ചു എന്തുവാ അങ്ങോട്ട് നോക്കിയേ. എന്തുവാ അവിടെ? അയ്യോ വേണ്ടാത്ത മാസം ഇട്ടിട്ട് പറഞ്ഞു. ഈ ക്ലാസ് കണ്ട ഫസ്റ്റ് ഇയർ മനസ്സിലോ. പിന്നെ മണ്ടയ്ക്ക് വേണ്ടയ്ക്ക് ആശുപത്രി എന്തോത്തിന് എഴുതി വെച്ചേക്കോ. ഞാനിപ്പോൾ കരയട്ടെ? വേണ്ട, ആ ചേട്ടന്മാർ തല്ലിക്കൊല്ലുമ്പോൾ നീ കരഞ്ഞോളൂ. ഇന്ന് വെളിയിൽ ഇറങ്ങണം. എനിക്ക് ബാത്റൂമിൽ പോകണം. ഓ നേരെ ഇപ്പം ഇറങ്ങട്ടെ. അപ്പം നമുക്ക് നോക്കാം. ഹലോ ആരാന്ന് മനസ്സിലായോ? എന്താ? ഓ ഇപ്പോഴും ആ സീനിയറിന്റെ മാസ്റ്റർ ഇരിക്കണോ? പൊന്നു മോളെ നീയൊക്കെ എന്ത് വഴി ഞങ്ങളോട് പറഞ്ഞ സീനിയർ എന്നല്ലേ? ഞങ്ങളും ആലോചിച്ച് ഞങ്ങൾ ഇത്രയും നാളുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളറിയാത്ത സീനിയേഴ്സ് ആരാണെന്ന് വിചാരിച്ചു. ഹൈ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പമ്പേരിലും വാല് മുറിഞ്ഞ് കഴിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. കൂളങ്ങ് വേളല്ലേ അണ്ട നീക്ക് റാഗി ഇരുന്ന് ഇവിടെ വെണ്ടയ്ക്കാശത്ത് എഴുതി വെച്ചിട്ടില്ലോ? അത് നീ കണ്ടില്ലയോ? റാഗിയെ ഞങ്ങളെ വിളിച്ചതോ? അപ്പോൾ അത് പിന്നെ ജസ്റ്റ് പേര് വയ്ക്കാനായിട്ട് വിളിച്ചത്. നീ അപ്പോഴത്തേക്ക് കിടന്ന് ചൂടാവുന്ന ഞാൻ അറിഞ്ഞു. പേര് വിളിക്കാനൊക്കെ ഓയ് പിള്ളേരെ ഇങ്ങ് ഇങ്ങനെയാണ് പറയണ്ടേ? അതെ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞാലും ഞങ്ങൾ വരും. ഓക്കെ അതെ എടാ ഇത് വീണ്ടും തകരുന്നടാ. ഈ നാറിയെ കൊണ്ട് ഇത് ഒന്ന് പുഴുക്കുവാണല്ലോ. ഹായ് ചേട്ടന്മാരെ, അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയല്ലേ? നീക്ക് എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഒരു രസമല്ലേ? ഇവളെന്താ ഇങ്ങനെ? ഇവളെങ്ങനെ ഷീസ് എ മാർഷൽ ആർട്സ് ചാമ്പ്യൻ. അയ്യോ അവൻ പെട്ടോ? ഏയ് അവള് പെട്ടെന്ന് ആരെയും അടിക്കാറൊന്നുമില്ല. കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പൊ ചക്കി കുത്ത ശങ്കരൻ അവനും അങ്ങനൊക്കെ തന്നെ. പക്ഷെ ഇവളുടെ അടുത്ത് എന്തോ ഒരു കാമിങ് ആണോ? അതെ അതെ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഇങ്ങോട്ട് വരണ്ട ഏട്ടാ. ആയിക്കോട്ടെ. ഈ സെമസ്റ്റർ ഒന്നും കഴിഞ്ഞായിരുന്നെങ്കിൽ തേങ്ങ പഠിച്ച് മടുത്ത് എന്തോ അല്ല ക്ലാസ് ഇരുന്ന് ഉറങ്ങി മടുത്ത്. ഇപ്പൊ കറക്റ്റ്. എടാ നീക്ക് ഒന്നും അറിഞ്ഞില്ല അവിടെ കിടന്ന് അടി ആര് ആമ്പിളെ തമ്മിലോ? എനിക്ക് കണ്ട അല്ലടാ പെമ്പിളെ തമ്മില്. ഞാൻ വരുന്നു. എടാ എന്തോ എന്നോട് പോയെ? പെമ്പിള്ളേര് തമ്മിലുള്ള അടി കാണാൻ നല്ല രസമല്ലേ? അത് നമുക്ക് ബാബാ കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. ഇപ്പൊ തുടങ്ങിയതുള്ളു വാളിയ. എടാ ഇതിന്റെ അവളല്ലേ അളിയ? നീ എന്തോടി പറഞ്ഞെ? എന്തോടി പറഞ്ഞേ? എന്റെ തൊന്തയ്ക്ക് പറയാറായോ നീ? ദക്ഷ മാറ്. വിടാൻ ഇവള് വിടാൻ വിടാനില്ല പറഞ്ഞെന്നെ വീട്. ദക്ഷ ഇനി വാ 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 വാ. ചേട്ടാ നിങ്ങൾ വാ. ശരത്തിനെ അവളെ വിളിച്ചോണ്ട് പോന്നേ? അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതല. വന്ന് കയറിയതുള്ള അവളുടെ അഹങ്കാരം നോക്കി. നമുക്ക് തീർത്തു കൊടുക്കാം. അന്നല്ല ശരത്ത് എന്തിനാ കണ്ടുപിടിക്കാടി. ദക്ഷ ഒന്ന് അടങ്ങ്. നീ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അവളെന്റെ തൊന്തയ്ക്ക് വിളിച്ച് നീ കേട്ടില്ല? എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട. എൻ്റെ അടുത്തോട്ട് ആരും വരണ്ട. ദക്ഷ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഇല്ല ചേട്ടൻ എന്ത് പരിപാടി കാണിച്ചേ? അന്നും പറഞ്ഞോണ്ട് അവളുടെ അഹങ്കാരം നീ കണ്ടില്ലയോ?
എൻ്റെ കൂട്ടുകാരിക്ക് വല്ലതും പറ്റിയോ? അവള് ഒന്നും പറയുന്നില്ല. ഞാൻ എടി നീ എന്തിനാ അടിച്ചേ? നീ അവളുടെ അഹങ്കാരം കണ്ടില്ലയോ? കുറെ നേരം കൊണ്ട് ഞാൻ സമാധാനിക്കുന്നൊന്ന് പറഞ്ഞിട്ട് അവള് കേൾക്കണം. ചേട്ടാ ഒന്ന് നിർത്തിക്കേ. അവളുടെ അച്ഛൻ മരിച്ചിട്ട് കുറെ വർഷങ്ങളായി. ആ, ഷീസ് ആൻ ഓർഫൺ. അതെ, അവള് ഞങ്ങളുടെ കസിനാ. അവള് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നേ. അവളുടെ അച്ഛനെ പറ്റി ആ പെണ്ണങ്ങനെ പറഞ്ഞിട്ട് അവൾ ഇടിച്ചത്. ഒന്നും അറിയാണ്ട് അവളെ കയറി അടിക്കാൻ താൻ ആരാടോ അവളുടെ? ഇത്രയും നാൾ നിങ്ങൾ അടി ഉണ്ടാക്കിയതും എല്ലാം ഞങ്ങൾ കളിയാണ്ട് എടുത്തിട്ടുള്ളൂ. ഇനി മേലെ ദക്ഷയുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത്, കേട്ടല്ലോ? പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ടിനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു. എന്നാലും നിങ്ങൾ ചെയ്യാൻ പറഞ്ഞില്ല സച്ചു. ആ പറ്റിപ്പോയി, അടിച്ചു, പറ്റിപ്പോയി. ഇതിപ്പോ എത്ര ദിവസമായി ആള് മിണ്ടുന്നില്ലല്ലോ. നിനക്കെന്തോളം മിണ്ടാത്തോണ്ട് കുഴപ്പം? ഹേയ്, അവള് അടിയിടാത്തോണ്ടൊരു രസമില്ല. ഓ, അത് മാത്ര. അതൊക്കെ തന്നെ. ഹേയ് ശരത്. ഓ ഹായ്, സുഖാണോ? യാ, ഐ ആം ഫൈൻ. എന്ത് മൂഡ് ഔട്ടായിട്ടിരിക്കുന്നു? അവനെ പരിപാടി കിട്ടിയില്ലെന്ന് ഒന്ന് വാങ്ങിച്ചു തരാവോ? ഒന്നുമില്ല, താൻ്റെ ഇങ്ങോട്ടൊന്ന്. ഓ ഇല്ല, അവിടെ ഉണ്ടല്ലോ നമ്മുടെ ദിവ്യ അടിച്ച്. എന്താ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് ദക്ഷയോ? അവളെന്ത് ചെയ്ത്? അവളൊന്നും ചെയ്തില്ല. അവളെ ചെയ്യാനൊരു പ്ലാൻ. എന്ത് പ്ലാൻ? അവളെന്തായാലും നമ്മുടെ ക്ലാസ്സിൽ എഴുതി അടിച്ചല്ലേ, അപ്പം അവൾക്കൊരു പണി കൊടുക്കണം. അവളിപ്പം വാഷ്റൂമിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡേവിഡിനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്താ പട്ടി, നീ ഒരു പെണ്ണാണോടി? സച്ചു, നീക്ക് എന്തു പാടി? നിനക്ക് കോള ഞങ്ങൾ വരട്ടെ. ഇതെവിടെ? ഹേ ശരത്, താൻ ഇവിടെ മാറ്. താൻ ഇവിടെ കയറി പോവാ. ഇത് ദക്ഷ. താൻ ഇവിടെ മാറി. താൻ എന്താ ഇവിടെ? നീ ദേഷ്യപ്പെടില്ല പ്ലീസ്. എവിടെയാ? എന്തൊക്കെ പറയുന്നേ? താൻ പോയി ഇറങ്ങി പോ. ദക്ഷ, ഞാൻ പറഞ്ഞ കേക്ക് പ്ലീസ്. നിങ്ങൾ എന്തിവിടെ ചെയ്യുന്നത്? സാർ, ഞാൻ ഇറങ്ങാം. സാർ, അത് ദക്ഷ, ഡ്രസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ദക്ഷ ഡോൺ പറയും. എനിക്ക് പേടിയൊന്നുമില്ല. ഇവള് ഹേയ് അടുത്തേക്ക് മാറുന്നില്ല. ഇപ്പൊ അത് വേണം കുറ്റം. മാറി നിൽക്കേ. ഇവളെ അഹങ്കാരം നോക്കിയേ സാറേ. ഇവ കരയും പോലും വേണ്ട. അവളെ മാനം പോയിട്ടിരിക്കുക. എൻ്റെ മാനം എവിടെ പോയെന്ന ടീച്ചർ പറയുന്നത്? എന്നെ കരയിപ്പിക്കായിരിക്കണം ടീച്ചർ. വേണ്ട, ഇവളുടെയൊക്കെ അഹങ്കാരം നോക്കി പെമ്പിള്ളേരായിട്ട്. അവിടെ എന്താ നടന്നെന്നാ നിങ്ങൾ പറയുന്നേ? ഓ, കൂട്ടാണോ നീ? ആണെങ്കിൽ ഞങ്ങൾ കണ്ടു. എന്താ കണ്ടേന്ന് പറ. അത് നീ എന്തിനാ ഗേൾസ് നൈറ്റ് പോയ? അത് പറ. അത് പറയണമെങ്കിൽ ഒരാളെ കൂടെ വിളിക്കണം. ആര്? വിളിക്കാൻ പോയിട്ട് വന്ന് ഹായ് സാർ, എന്താ ഈ ആളെയാ വേണ്ടത്? എന്റെ മോൾ ശരണ്യ നിന്നോട് എന്താ അവിടെ ചെയ്തേ? സാറിന്റെ മോൾ ശരണ്യ എന്നോടൊന്നും ചെയ്തില്ല, ഇവളോടാ ചെയ്തേ. എന്നോടെന്താ? ഇവളുടെ അച്ഛനെ വിളിച്ചതിന് ഇവളുടെ കൂട്ടുകാരിയെ ചെറുതായിട്ട് ഇവളൊന്ന് പൂശി. കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഇൻസിഡന്റ്, അതിന്റെ പേരില് സാറിന്റെ മോള് ചെയ്ത പണിയ ഡ്രസ്സിംഗ് റൂമില് ക്യാമറ വെച്ചത്. ഞാൻ ഇതൊന്നും വിശ്വസിക്കത്തില്ല. സാറ് വിശ്വസിക്കണ്ട. ഇതാണ്ട് വിഷ്വൽ. ഇതിനകത്ത് അവള് കൊണ്ടുവെക്കുന്ന വരെയുള്ള വിഷ്വലുണ്ട്. അത് കഴിഞ്ഞ് ദക്ഷ കയറുന്നതും
അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കയറി ഇവൻ അവളെ വിളിച്ചോണ്ട് വരുന്നതും എല്ലാം ഇതിനകത്തുണ്ട്. ഒരു പെണ്ണിന്റെ മനത്തെ പറ്റി ഒരു പെണ്ണിനെ അറിയാവുന്നുള്ളതും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലയിടത്തും. ഇപ്പൊ എന്താ ടീച്ചറിന് ഒന്നും പറയാനില്ലേ? അത് പിന്നെ നിങ്ങൾ പൊയ്ക്കോ. ഹേയ്, അങ്ങനെ പറ്റത്തില്ല. സാറിന്റെ മോൾക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അയ്യോ, അതിവിടെ പറ്റത്തില്ലല്ലോ സാറേ. താങ്കളാരാ? അഡ്മിഷൻ ഇവിടെ വിളിക്കുമ്പോഴും ഓരോ ഡൊണേഷന് വേണ്ടി വിളിക്കുമ്പോഴൊക്കെ എന്നെ അറിയാമായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ ശരത്തിന്റെ അച്ഛൻ. ഓ മോൻ എന്തോ കാണിച്ച? മതി മോൻ എന്തോ കാണിച്ചതും എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കേട്ടിട്ടാ വന്നത്. അപ്പോ പണിഷ്മെന്റ് സ്വന്തം മോൾക്ക് കൊടുക്കുന്നോ അതോ പോലീസിനെ വിളിക്കണം? പോലീസിനെ വിളിക്കണ്ട, ഞാൻ കൊടുത്തോളാം. അവളെ സസ്പെൻഡ് ചെയ്തേക്കാം. ഷട്ടപ്പ്. നല്ല കാര്യം. അപ്പോ എനിക്ക് എന്റെ മോനെ വിളിച്ചിട്ട് പോവാമോ? പോവാം. മോളെ നീ വന്നേര്. അങ്കിളെ, അത് പൊളിച്ച്. പിന്നെ അല്ല, ഞാൻ ആരെയാ മോൻ? സോറി, ഞാൻ ആരെയാ അച്ഛൻ? ഇപ്പൊ കറക്റ്റ്. അറിയാം, നീയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളല്ലാതെ ആരടാ? വാഴ 2 കണ്ട ഫീൽ. മോളെ, മോളുടെ കാര്യം ഇവൻ എപ്പോഴും പറയും അച്ഛ. ഏയ്, എപ്പോഴും അവനോട് അഴിയിടുന്ന ഒരു കില്ലാടിയെ പറ്റി അവൻ പറയും. സോറി പറയാനൊക്കെ മാഡത്തിന് അറിയാമോ? അറിയാം. ഓഹോ, അപ്പൊ എനിക്ക് സോറി വേണ്ട. വേണ്ട, നീ എടുക്കണ്ട. നീ പാടാട്ടി. അയ്യോ, വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നീ വാടാ മരപ്പെട്ടി. കുട്ടിക്ക് വാങ്ങ നിന്നെ ഞാൻ ഉണ്ടല്ലോ ഇന്ന്. സില്ലി ഹോമോസപ്പിൻസ്. അതെ, ഇതുങ്ങൾ എന്ന് നന്നാവും? നെവർ ഗോണ ഹാപ്പൻ. അതെ, ഇവിടെ അമ്മ നല്ല എനർജിയിലാണല്ലേ. എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മളെന്തിനാ മക്കളെ ഇങ്ങോട്ട് വിളിച്ചത്? അറിയത്തില്ല. നിനക്കറിയത്തില്ലേ? ഇല്ല. ഇല്ല മാമ. ഹായ്, നമസ്കാരം. അതെ, നമസ്കാരം. എന്തിനാ വിളിച്ചെന്നറിയോ? ഇല്ല, ഇല്ലേ, അവരോട് ആരട്ടെ പറയാം. ആര്? എന്റെ മോൻ. ഓക്കെ. കുട്ടിദേവ ഇങ്ങോട്ടുണ്ടായിരുന്നോ? നീ പോടാ മരപ്പെട്ടി. ഇങ്ങനെ ഈ ഒരു കാര്യം തന്നെ സംസാരിക്കാനാ ഞാൻ വിളിച്ചേ. അയ്യോ അങ്കിൾ, അവര് വെറുതെ തമാശക്ക് അടിയിടുന്ന. അടിയുടെ കാര്യം സോൾവ് ആക്കാനല്ല, ഇത് മൊത്തത്തിൽ ജീവിതകാലം മുഴുവൻ രണ്ടോട് അടിയിട്ട് എന്ന് വിചാരിച്ചു പറഞ്ഞു. എന്തോ അച്ഛാ പറയുന്നത്? അത് പിന്നെ നിങ്ങളുടെ കല്യാണമോ? കല്യാണോ? എനിക്ക് കല്യാണം പ്രായമായില്ല.
നിന്നെ കെട്ടിക്കാൻ തീരുമാനിച്ചടാ. എന്തൊക്കെയാ കൊച്ചുകാലത്ത് നടക്കുന്നേ? അയ്യോ സോറി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇപ്പൊ കറക്റ്റ്. എനിക്ക് ഈ മോളെ ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ഞങ്ങൾക്ക് ഈ മോളെ ഇഷ്ടപ്പെട്ടു. കാരണം ഇവനെ ഒതുക്കണമെങ്കിൽ ആ കൊച്ചു വിചാരിച്ചാൽ വല്ലത്തോളം. ഞാനോ മോളോട് മാത്രമേ ഇച്ചിരി നേരം അവൻ അടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഒരു കല്യാണത്തിൽ അതങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവനങ്ങ് ഒതുങ്ങിയിരിക്കത്തില്ലേ? അത് പിന്നെ ഇത് നിങ്ങൾ ആലോചിച്ചാണോ? അതെ അതെ, ആലോചിക്ക തന്നെ. അത് പിന്നെ എനിക്ക് ഇവന് അങ്ങനെ ഞാനും ഇവളെ വലിയ കല്യാണം നടന്നോട്ട് എനിക്ക് അവളെ അങ്ങനെ ഇഷ്ടമല്ല. ഇഷ്ടമൊക്കെ തന്നെ. ഇനി മിണ്ടണ്ടിരി. എന്നാലും മിണ്ടല്ലടാ. പറഞ്ഞു അങ്ങ്. അയ്യോ അപ്പോൾ കല്യാണം നിശ്ചയിക്കാം. ഓക്കെ, പിന്നെന്താ? അപ്പോൾ ഈ വരുന്ന സൺഡേ നമുക്ക് കല്യാണം ആക്കാം. ഓക്കെ? യാ ഷുവർ. എടി എന്തോ ഇത് മിണ്ടായിരുന്നു. ഞങ്ങൾക്ക് തോന്നി അവസാനം ഇതൊക്കെ സംഭവിക്കുള്ളൂ. എടി മിണ്ടായിരടി. ഓക്കെ അങ്കിൾ, ഞങ്ങൾ വരാം. ഓക്കെ സെറ്റ്. അതെനിക്ക് വേണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പെട്ടു പണിവാണി. ഹോയ്, എന്താണ്? എന്തോ സമാധാനിച്ച് കുടിക്കുന്ന പോലെ. അതെ, എൻ്റെ അളിയൻ കല്യാണം കഴിച്ചു. ഓ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഓ, അങ്ങനെ അങ്ങനെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? അത് മതി. ഐ ലവ് യു ടു. ഐ ലവ് യു ടു. ഓ മൈ ഗോഡ്. വാ. എങ്ങോട്ട്? നില്ല, സംസാരിക്കാം. ഓക്കെ, വാ. അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്? എന്തോ മനസ്സിലായില്ല. അത് പിന്നെ എനിക്കും പിന്നെ. ഓ ആണോ? ഉറപ്പാണോ? അപ്പോൾ ഓക്കെ. ഇനി മൂന്നാമത് എഫക്റ്റ് ഇല്ല, അവരില്ല. ഓ ഓക്കെ, സംസാരിക്കാം. ഹായ്. നിങ്ങൾക്ക് യൂസ് ചെയ്യണം. എൻ്റെ അപ്പൂപ്പനോട് കൊടുക്കണം. പട്ടി നല്ല രസമുണ്ടല്ലേ? ഹീലിട്ട ചെരുപ്പൊക്കെ ചവിട്ടിട്ട് നല്ല രസമുണ്ടെന്ന് അടുത്തുണ്ട്. അവരെന്ത് ചേർച്ചയല്ലേ, എന്തൊക്കെയോ സംസാരിക്കുന്നു ചിരിച്ചുകൊണ്ട്. അതെ. എന്താങ്കിൽ അവര് ചിരിച്ചോണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ആണോ? താഴോട്ടാ നിങ്ങൾ നോക്കിയേ. എങ്ങോട്ട്? കാലിലോട്ട് നോക്കിയോ അവൻ്റെ? ഇനി ഇഷ്ടപ്പെട്ടു. ഇതാണ് നീ പറഞ്ഞ അവനെ ഒതുക്കുമെന്ന്? അതെ. മുഖത്തും താഴോട്ട് നടക്കുന്നതായിട്ട് യാതൊരു ബന്ധമില്ലല്ലേ? അതെ. നോന്നുണ്ടോടാ? നോക്കിട്ട് നോക്കുന്നത് കൂപ്പാടി പട്ടി. നോക്കിയിരിക്കത്തുള്ളത്. അയ്യോ, എല്ലാം കഴിഞ്ഞ് എൻ്റെ അമ്മ ഓരോരോ വെള്ളത്തുള്ളി എടുത്ത് എൻ്റെ മൂട. അതെ അയ്യടാ എന്താ പൊന്നോ. വെള്ളം വേണോ വെച്ചു? എനിക്കൊരു ജ്യൂസ് എടുത്തിട്ടാ. മീനോ? എനിക്കിവിടെ വെള്ളം മതിയോ? പിന്നെ വെറുതെ തരും.
വേറെ എന്ത് വേണം? അത് പിന്നെ തിണ്ടി സമ്മതിക്കത്തില്ല. എടാ അവൾ റൂമിലോട്ട് കയറ്റുന്നില്ല. അതെന്താ? അവളെ ഡ്രസ്സ് മാറുമെന്ന് പറഞ്ഞിട്ട്. എന്തോന്ന് ഇത്? അവളുടെ ഡ്രസ്സ് മാറുമോ? എനിക്ക് അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല. അവളെന്നെ കയറ്റുന്നതുമില്ല. എടാ നീ ഭർത്താവല്ലേ? ആണോ? അല്ലേ? ആന്ന്. അപ്പൊ നിനക്ക് കയറണ്ടേ? അവളെന്നെ ചവിട്ടിയാലോ? നീ കയറി പിടിക്കാത്ത കാണുമ്പോ എനിക്ക് സന്തോഷം. പട്ടി എനിക്ക് കയറണം. മാരപ്പട്ടി ഇങ്ങോട്ട് വാ, ഞാൻ കഴിഞ്ഞു. വിളിക്കുന്നു, എന്റെ കാലം വിളിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഓക്കെ ചെല്ല്. നീ എന്താ കൊടുക്കുമായിരുന്നു? നീ എനിക്ക് പിന്നെ ഡ്രസ്സ് മാറണ്ടേ? അന്നും പറഞ്ഞു ഞാൻ അകത്ത് നിന്ന് എന്താ കുഴപ്പം? കൂടുതൽ ഭർത്താവ് ചെവിയല്ലേ മുത്തേ? ചെമഞ്ഞ കോം പിടിച്ച കൊല്ലടി നീ എന്നെ. കൊല്ലാം. ഇന്ന് രാത്രി ഇത്രയും സമയമുണ്ടല്ലോ. ദച്ചോ, വരുന്നു. സമയമുണ്ടല്ലോ, കൊന്നേക്കാം. അയ്യോ പെട്ടു ഞാൻ. ദച്ചു, ഇവൻ ഇച്ചിരി അഹങ്കാരം കൊള്ളാം, തീർത്തു കൊടുത്തിരുന്നു കേട്ടോ. പിന്നെന്താ, ഞാൻ തീർത്തു കൊടുക്കും. ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. അതൊക്കെ. എടാ അപ്പോ ഞങ്ങൾ കിടക്കട്ടെ, നിങ്ങളെ റൂമിലോട്ടേ അല്ലേ? നിങ്ങൾ ഇപ്പോഴേ പോകണ്ട, നിങ്ങൾ ഇപ്പോഴേ കിടക്കണ്ട. അയ്യടാ എത്ര ദിവസം കൊണ്ട് ഓടി കിടക്കുവോ ഞങ്ങള്. അന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിന്ന് ഉറങ്ങണം. എടാ എന്നാലും പിന്നെ പോയാ പോരെ? ഇല്ല പറ്റത്തില്ല, ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇവളിപ്പോഴേ ഫ്ലാറ്റ് ആവും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എടി പ്ലീസ്, കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. എന്നാലും എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കും പറയാനുണ്ട്. എന്തുവാ അത്? ഇനി ഞങ്ങള് രണ്ടുപേരും സെറ്റായി. എന്താ മൊത്തം ഞെട്ടി തീരില്ല. ഞങ്ങള് രണ്ടുപേരും സെറ്റായി. അപ്പം ഞങ്ങൾ പോട്ടെ, ഞങ്ങള് കിടക്കാൻ പോവാ. അളിയാ പോവല്ലേ അളിയാ, ഈ താടേക്ക് ഇട്ട് കൊടുത്തിട്ട് പോവല്ലേ അളിയാ. ഓൾത്ത് ബെസ്റ്റ്. അപ്പം ഞങ്ങൾ പോട്ടെ. ചുമ്മാ അറിഞ്ഞ നമുക്ക് കിടക്കണ്ടേ? നമുക്കോ? നിങ്ങൾ താഴെ കിടക്കും, ഞാൻ കട്ടിലേലും. വാ 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 വാ. എടി ഞാനോട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇവളോട് ഇങ്ങനെ പറഞ്ഞത് നീ പട്ടി. എടി കുട്ടിത്തേവാങ്ക, നീ പോടാ മാരപ്പട്ടി. ശരി. അതെ, ഇങ്ങനെ നോക്കുമ്പോ ചെറുതായിട്ട് പ്രേമം വരുന്നോന്നുണ്ടാവും. അത് തോന്നില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. നിന്നെ ഞങ്ങൾ കൊല്ലടി കുട്ടിത്തേവാങ്ക. നോക്കിയില്ലടാ മാരപ്പട്ടി. എൻ്റെ അടുത്തോട്ട് കൊല്ലിഞ്ഞ് പിച്ചാത്തി, കൊല്ലി ഞാൻ നിന്നെ. പിച്ചാത്തി അടിച്ച് പഠിപ്പിക്കാൻ നോക്കുക. അത് എന്താ പറ. നിനക്കത് ഇഷ്ടമല്ലോ? എനിക്ക് ഇഷ്ടമാകും. ഇഷ്ടമല്ലാന്ന് നിനക്കെന്നെ? അത് ഇഷ്ടമായിരുന്നു. ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. ഉറപ്പാ? ഉറപ്പാ. അപ്പോ can we start our hell? ഹെല്ലോ? നിന്റെ കൂടെ ജീവിച്ചാൽ നരകമായിരിക്കുമല്ലോ. അത് ശരി, നീ ജീവിക്കണ്ടടാ. അപ്പോ can we start our lovely hell? ലവ്ലി ഹെല്ലോ? എനിക്ക് ഇഷ്ടപ്പെട്ട നരകം. ഓ ശരിക്കും? ശരിക്കും. ആംഗ്രി ബേഡേ. ഞാനോ? നീ തന്നെ. ഈ വാടി.